ആരും ഞങ്ങളെ എതിർത്ത് സംസാരിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് വരെ ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ല. എല്ലാരും വിചാരിക്കുന്ന എന്താ, ഞങ്ങൾ പോയി മന്ത്രവാദത്തിനുണ്ടായിട്ട് ഫിറോസിനെ കൊന്നു എന്നുള്ളതാണ് ചാനൽ വാർത്ത. അതൊരു ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്കത് ഒരിക്കലും അഗ്രി ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾ ഒരു സുപ്രഭാതത്തിന് മന്ത്രവാദത്തിന് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഓരോരുത്തർ പറയുന്നത് നിങ്ങൾ ഈ ലോകത്തൊന്നും ജീവിക്കുന്നവരല്ല, ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളെന്നാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയാണോ ഒക്കെ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഈവൻ ഒരു മതനേതാക്കന്മാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഗുണകാംക്ഷയെ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ എങ്ങനെയൊന്നും ഒരു അഭിപ്രായം ഉണ്ടായില്ല. അനസ് എന്ന് പറഞ്ഞൊരു മൗലവി പ്രസംഗിക്കുന്നൊക്കെ നമ്മൾ കേട്ടു. വീട്ടുകാർ വിവരം അറിയുന്ന പറഞ്ഞ് അയാൾ ഇങ്ങോട്ട് ഒറ്റ വിവരം അറിയിക്കാൻ നമുക്ക് വിവരം അറിയിച്ചു കൊടുക്കാം. ഒരു ഭീഷണി സ്വരത്തില് നിങ്ങൾ നിയമ നടപടി ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത്. എല്ലാവർക്കും അവനവന്റെതായിട്ടുള്ള വിശ്വാസം സ്വീകരിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഈ രാജ്യത്തിൽ, ഇല്ലേ? പിന്നെ അയാൾ എന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്കെതിരെ ഒരാൾ പ്രസംഗിച്ചാൽ അയാൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വരും. കാരണം ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണത്. ഉള്ളത് പറയണെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പിന്നെ ഈ മന്ത്രവാദം ചികിത്സിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. ഇല്ലാത്തൊരു കാര്യം എന്തിനാ ആള് പറയണത്? എന്നിട്ട് വീട്ടുകാര് വിവരം അറിയുന്ന ആള് പറയുന്നത്. അയാള് ഞങ്ങളുടെ അടുത്തിട്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചികിത്സ നിങ്ങൾ നടത്തിയോ? അവിടെ നിങ്ങൾക്ക് വല്ല പീഡനവും സംഭവിച്ചിട്ടുണ്ടോ? ഈ അനസ് എന്ന് പറഞ്ഞ ആളിത് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അയാള് ഏതോ ഒരു മഞ്ഞപത്രത്തിൽ നിന്ന് ഈ വിവരങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കാൻ പാടുണ്ടോ പബ്ലിക്കായിട്ട്? അപ്പൊ അത് ശരിയല്ല. ആ നിലപാട് ശരിയല്ല. അത് വളരെയധികം ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പോലീസുകാർ വന്നു. ഈ വീട്ടില് മരിച്ചൊരു വീടാണത്. ഇവിടെ വന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഡിവൈഎസ്പിന്റെ ഓഫീസിൽ നിന്നും ഇവിടെ അടുത്തുള്ള പുകടമാട് സ്റ്റേഷനിൽ 2, 3, 4 പ്രാവശ്യം പോലീസുകാർ വരിക. ഞങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോലീസുകാർ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാണത്. ഈ നാട്ടുകാർ മുഴുവൻ കാണല്ലേ. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലീസുകാരും കൂടി വന്ന് ഞങ്ങളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളുകൾ ഞങ്ങളുടെ ചോദിച്ചിട്ടുണ്ടോ? എല്ലാരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള എന്താ, ഒരു മന്ത്രവാദത്ത് കൊണ്ടായിട്ട് കൊന്ന ആളുകളാണ്, പഴയ പ്രാകൃത ചിന്താഗതിക്കാരാണ്. ഇവിടെ ആരാ? മന്ത്രവാദത്തിന് എല്ലാവരും എതിരാണ്. മന്ത്രവാദം എന്ന് പറഞ്ഞാല് ഇസ്ലാമികമല്ലാത്ത ചികിത്സക്കൊക്കെ ഞങ്ങൾ എതിരാണ്. ഖുർആൻ ഓതിയതാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതുന്നവർ മന്ത്രവാദികളാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും മന്ത്രവാദികളാണ്. അങ്ങനെയാണ് പറയേണ്ടി വരും. എനിക്കതാ പറയുള്ളത്. പിന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചറിയില്ല. ഒരു വ്യക്തിക്ക് ലിവർ സിറോസിസ് ഫോം ചെയ്തിട്ട് അതിന്റെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എല്ലാ സ്റ്റേജും കഴിഞ്ഞ് പോരാത്തതാകുമ്പോൾ ഒരു ട്യൂമറും ഫോം ചെയ്ത് ഈ 20 ദിവസത്തെ ഈ ചികിത്സ കൊണ്ട് ഇയാൾ മരിക്കും. 20 ദിവസം കൊണ്ട് രോഗം ഉണ്ടായി അതിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ആണ് മരിക്കുക. അതന്നെ സാമാന്യ ബുദ്ധിയിൽ യോജിക്കണം. ഫേസ്ബുക്കിലൊക്കെ വന്ന ഓരോ കമന്റ്സുകള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ. അത് ആ പേജൊക്കെ ഇപ്പൊ ഡിസപ്പിയർ ആയിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന്. ഇത് കണ്ടോ? ഇതൊക്കെ എന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതുണ്ടോ? ഇത് ഫേസ്ബുക്കിൽ നിന്ന് എന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് എടുത്താണ് അവര്. ഈ പേജിന്റെ പേര് ഞാൻ കരുളായിക്കാരൻ. ഇത് കൊടുത്ത ആള് ശരിക്കൊരു സിൻസിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ഐഡിയിൽ കൊടുക്കണം. എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായം ഇതാണ്. അത് നമുക്കൊരു അംഗീകരിക്കാം. ഇതൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണേ. ഫിറോസിന്റെ മരണത്തിൽ 1ാം പ്രതി മന്ത്രവാദ ചികിത്സാ കേന്ദ്രം നടത്തിപ്പുകാരൊന്നുമല്ല, അത് അവന്റെ അനിയൻ സഫറാണ്, അതായത് ഞാനാണ്, പിന്നെ എന്റെ ഭാര്യ വീട്ടുകാരാണെന്ന്. ഇതൊക്കെ ബേസ്ലെസ് കമന്റ്സ് അല്ലേ? ഇതിനൊക്കെ എന്താ നമ്മൾ പറയാൻ പറ്റുക? ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കാൻ പറ്റുക? എന്നിട്ട് ഞങ്ങളിത് കേസ് കൊടുത്ത് എന്നറിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഈ പേജ് ഫേസ്ബുക്കിൽ നിന്ന് ഡിസപ്പിയർ ആയി. അപ്പൊ ഇതൊക്കെ കള്ളത്തരങ്ങളല്ലേ? ഇതുണ്ടോ? ഇത് അവരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന്, ജ്യേഷ്ഠനും കൂടിയുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതാ. അത് ഇതുണ്ടോ? ഇത് അതിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആരോ അപ്ലോഡ് ചെയ്തതാണ്. ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ആരോ ഉണ്ടോ? ഇത് എറണാകുളം ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. ഇതില് ക്യാമറ ഒരാളെടുത്ത് വീഡിയോ, അയാളെ അനുവാദം കൂടാതെ അയാളെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഇന്ത്യ രാജ്യത്തില്ലേ? എന്നിട്ട് ഇതുണ്ടോ? അവിടെയുള്ള ട്യൂബ്ലൈറ്റും ഫാനും ഇവന്റെ ഹെഡും ഫോർഹെഡൊക്കെ കാണുന്നുണ്ട്. ഇത് അവന്റെ സംഭവം കൂടാതെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. ഈ വീഡിയോ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടി. ഇത് നമ്മൾ കണ്ടു എന്നറിഞ്ഞപ്പോ അതിനുശേഷം വന്ന കമന്റുകളാണ്. നമ്മള് പിന്നെ നേരത്തെ റിമൂവ് ചെയ്യേണ്ടതായിരുന്നു. യൂനിസ് ഇപ്പൊ വിളിച്ചു പറഞ്ഞതാണ് ചെയ്തത്. സത്യത്തില് വിഡിത്താൻ നമ്മൾ
ചെയ്യരുത്. കാരണം നമ്മുടെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർ ചോർത്തുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ യൂനിസ് ഇപ്പൊ വിളിച്ചു പറഞ്ഞു, ഞാൻ അഡ്മിനായതുകൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും മാപ്പ് തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെന്തിനാണ് ആര് മാപ്പ് പറയണേ, ആര് കേൾക്കണേ? ഇതിനുശേഷം വന്ന കമന്റുകൾ വോയിസുകളൊന്നും അവര് കേട്ടിട്ടില്ല. പക്ഷെ എന്തായാലും അവന്റെ സുനിൽ പറഞ്ഞായിരിക്കും അവന്റെ നമ്പർ ചാലുവാണ്, വാട്സപ്പ് നമ്പർ. പിന്നെ ഇതിന്ന് കേൾക്കാണ്ട് പുറത്തേക്ക് എടുത്തിട്ട് കേൾക്കാനും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മളെയൊക്കെ വിട്ടു പോയപ്പോഴേ ആ നമ്പർ അതിന് ഒഴിവാക്കേണ്ടിയിരുന്നു, മറന്നുപോയതാണ്. ഇത് ഇവര് എന്തിനാണ് ഈ ഫിറോസിന്റെ നമ്പർ, ഈ നമ്പർ ഇവര് ഡിലീറ്റ് ചെയ്യുന്നത്? വേറെ ആളുകൾ കേട്ട് കഴിഞ്ഞാല് അത് പ്രോബ്ലം ആണ്. അത് എന്താണ്? ദർ ഈസ് എ കോൺസ്പിറസി ബിഹൈൻഡ് ദിസ്. ഞങ്ങൾക്ക് അതാ മനസ്സിലാണ്. സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആയിരിക്കാം, കൺഫർമേഷൻ ഒന്നുമില്ല. പക്ഷെ സാഹചര്യ തെളിവുകൾ അതാണ് നമുക്ക് മനസ്സിലാണത്. ഇവര് സംഘടന വളർത്തിക്കോട്ടെ. ഒരു കുടുംബത്തിനെ ബലിയാടാക്കിയിട്ട് ഇവിടെ ആരും സംഘടന വളർത്തണ്ട. എല്ലാവർക്കും അവനെന്തായിട്ടുള്ള കാര്യങ്ങൾ, ആദർശം സംസാരിക്കാലോ, അല്ലെ? അല്ലാതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. അത് ഏത് KNM ആണെങ്കിലും ISM ആണെങ്കിലും ആരാലും ശരി, നമ്മളും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. എനിക്കതാ പറയുന്നത്. സാറിന് ഈ കേന്ദ്രത്തിൽ പീഡനമൊന്നുമില്ല. പീഡനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവന്റെ അമ്മാമാര് 3 ആളുണ്ട്. ഞങ്ങളെ ഫോൺ നമ്പർ അവന്റെ ഏത് നേരം ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ അവന്റെ വാപ്പാന്റെ ജ്യേഷ്ഠനുണ്ട്, വാപ്പാന്റെ അനിയന്മാരുണ്ട്. ആർക്കെല്ലാം വീരം തരൂലേ? അല്ലെ എനിക്ക് വിളിച്ചോറില്ല, നിങ്ങളുടെ വീരും കാക്ക എന്നെ കൊണ്ടുണ്ടെന്ന് പറയില്ലേ? അങ്ങനെ സംഭവം അവിടെ ഇതുവരെ നന്നായിട്ട് ഇന്റർവ്യൂല്ല, ഞാൻ കേട്ടിട്ടില്ല. മറ്റുള്ള ചികിത്സ രാത്രി ഉറങ്ങാതെ നേരം വെളുക്കോളം ജ്യേഷ്ഠന്റെ അടുത്ത് ഇരിക്കുന്ന ആളുകളാണ് ഞാനും എന്റെ എല്ലാരും. ഇവിടെ ഉള്ള എല്ലാരും നേരം വെളുക്കോളം ഉറങ്ങാതെ എത്ര മാസങ്ങളായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇവിടെ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ. എന്നിട്ട് ഈ പൂജാരികൾ, ഇവര് പറഞ്ഞ ഈ പൂജാരികൾക്ക് ഇവനെ അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങൾക്കില്ലാത്ത വേദന എന്താ ഇവിടെ നാട്ടുകാർക്ക്? നാട്ടുകാർ പോട്ടെ, നാട്ടുകാർ നമ്മൾ കുറ്റം, നാട്ടുകാർക്ക് അറിയാത്തതും അവനോടുള്ള സ്നേഹം കൊണ്ടാണ് നാട്ടുകാർ ഈ വോയിസ് കേട്ട് പ്രതികരിച്ചത്. അത് മാത്രമല്ല, ഈ ജിന്ന് ചികിത്സാ മന്ത്രവാദം ഇതിനൊന്നും നിങ്ങൾ വിശ്വസിക്കുക? ഞങ്ങൾ അതിനൊക്കെ എതിരാണ്. പിന്നെ 2013 മുതൽ നമ്മളെല്ലാം ചികിത്സകളും കാര്യങ്ങളും നാട്ടുകാർക്ക് അറിയില്ല. അതേ വിഷയം. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പറയല്ലോ, ഓരോ മീംസ് കൊണ്ട് LCP കൊണ്ട്. ഇതിപ്പോ ആർക്കും അറിയാലോ. പൊതുവെ അവന്റെ മൈൻഡ് എന്ന് വെച്ചാൽ അവന് രോഗം ഉണ്ട് എന്നുള്ളത് ആരുടെ പറയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല, വൈഫ് വരെ അറിയാൻ പാടില്ല. അവന്റെ ഒരു ഇതാണ് മനസ്സ്. ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ ഇത് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തു. പിന്നെ എല്ലാരും അറിഞ്ഞു, അസുഖം മൂർച്ഛിച്ചപ്പോ എല്ലാരും അറിഞ്ഞു. 10 വർഷമായിട്ട് ഇത് ചികിത്സിക്കണം. സൗദി അറേബ്യയിൽ നിന്ന് പലതവണയും വേദന ഉണ്ടാകുമ്പോൾ ജിദ്ദയില് അൽനൂർ ഹോസ്പിറ്റലിൽ പോയിട്ട്, ഷർഫിയയില്, അതേപോലെ JNH ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രൂഫുകൾ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ? ഇത് JNH ഹോസ്പിറ്റലില്, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്ത പ്രൂഫാണ്. പിന്നെ നമ്മളൊരു ചികിത്സയും കൊടുത്തിട്ടില്ല എന്ന് ഇവര് എന്ത് ബേസിലാ പറയുന്നത്? ഇവര് നമ്മളടുത്ത് ചോദിക്കണ്ടേ? ചികിത്സ കൊടുത്ത അവസാനം ഹോസ്പിറ്റലിൽ നാട്ടുകാരുടെ അടുത്തൊന്നും പേപ്പറിന്നും കിട്ടിയ വിവരം വിട്ടിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലല്ലോ. ഓതന്റിക് ആയിട്ടുള്ള ആളുകളോട് അല്ലേ? പിന്നെ ഇവരിതൊക്കെ പിടിച്ചെടുത്തിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് ഇപ്പം മരിക്കാൻ വേണ്ടി കാത്തുന്നത് വിടാന്ന് പറയുമ്പോ തന്നെ ഇവർക്ക് ഹിഡൻ അജണ്ടയിലുണ്ടല്ലോ. അപ്പം ജീവിച്ചിരിക്കുമ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവർക്ക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ അവർ അതല്ലേ ചെയ്യണ്ടേ? കംപ്ലൈന്റ് പോലീസിനോട് പറയാനോ അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ട്, അവിടെ അങ്ങനെ ഒരാൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവര് പറഞ്ഞില്ല? മരിക്കാൻ വേണ്ടി കാത്തിക്കണം എന്തിനാ? മരിച്ചുപോയ പിന്നെ ഇത് പറയാൻ വേണ്ടിയില്ലല്ലോ. ഈ സുനി ഇത് റെക്കോർഡ് ചെയ്തതാണെന്നും അതേപോലെ ലീഗൽ പ്രൊസീജിയറിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കാക്കന്നെ വാട്സപ്പിൽ പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവന്റെ മെന്റലിന്റെ ഒരു സ്റ്റേജ് ആ ഒരു ഇതിലായിരുന്നു. കാരണം ഇവര് പറഞ്ഞിട്ട് മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മരിച്ചാല് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നരകത്ത് പോകും. ഈ പ്രതികൾക്കെതിരെ, ഈ മന്ത്രവാദികൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? അള്ളാഹുവിന്റെ അടുത്തുനിന്ന് എന്ത് കിട്ടൂല? പാപമോചനം കിട്ടൂല, നരകത്ത് പോകും. ഇത് പറഞ്ഞിട്ട് ഇവന്റെ മൈൻഡ് കണ്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. നമുക്കിത് അറിയില്ല. ഇവര് വരുന്ന ഈ സുനിലൊക്കെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണത് എന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് അവർ ആദർശമാണ് പ്രചരിച്ചത് എന്ന് പറഞ്ഞ അവരെന്തെങ്കിലും പ്രചരിപ്പിച്ചോട്ടെ. ഫിറോസ് അലിയായിട്ടുള്ള സൗഹൃദ ബന്ധം അത് ക്യാൻഡിമിന് വേണ്ടി ഉപയോഗിച്ചു. അതാണ് അത്രേ പറയാനുള്ളൂ. അത് ശരിക്കും ക്യാൻഡിമിന് വേണ്ടി മറ്റുള്ളവരെ അടിക്കാൻ ഇവർ സൗഹൃദ ബന്ധം മിസ്യൂസ് ചെയ്യുന്നത്. ഈ നേതാക്കന്മാരൊക്കെ ഇത്രയും
പ്രബുദ്ധ കേരളത്തിൽ ഇവര് നവോത്ഥാനത്തിന്റെ ആളുകൾ, ഞാനൊരു സംഘടനയെ കുറ്റം പറയുന്നില്ല, ഇത്രയും കഴിവുള്ള നേതാക്കന്മാരും ഒരുപാട് ത്യാഗങ്ങളൊക്കെ അവർ ചെയ്ത് അവര് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, ഇവിടെ വരില്ല പണ്ട് ഫിറോസിന്റെ വീട്ടിലൊന്ന് നമുക്ക് പോകാം, എന്നിട്ട് നമുക്ക് അവന്റെ ഉപ്പാനോടും ഉമ്മാനോടും വൈഫിനോടും ഏറ്റവും അടുത്തുള്ള ആളുകളാണ് ചോദിക്കാം എന്താ സംഭവിച്ചത്. ഇവിടെ ഒരാൾ വന്നിട്ടില്ല. അവന് അസുഖമുള്ള ടൈമിൽ ഒരാൾ രണ്ടാളുകളോട് ഒന്ന് കണ്ടുപോയി എന്നല്ലാതെ മരിച്ചതിന് ശേഷമോ അതിന് ആ ഇൻ ബിറ്റ്വീൻ ടൈമിൽ ആരും ഇവിടെ ഒന്നുമില്ല. അവര് മൈക്ക് കേട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. അതെന്താ പ്രസംഗിക്കണത് എന്നുള്ളതും ഒക്കെ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയയിൽ കാണണല്ലേ. ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരെ കുറ്റം പറയാം, അതൊക്കെ നമുക്ക് അറിയണോ. ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട്. അല്ലെ, ജനങ്ങളത് അറിയണം. തീർച്ചയായിട്ടും ഇത് എത്തിക്കണേ ഇത് ആ സംഭവം. ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ആരോടും ഒരു പ്രസ് ക്ലബ് പ്രസ് മീറ്റിംഗ് നടത്തി നമുക്ക് പറയാൻ പറ്റൂല, വിശ്വസിക്കൂല. അവന്മാര് ഇതിൽ കുടുങ്ങിപ്പോയിട്ട് അവര് എന്തായി ഞങ്ങൾ ഇങ്ങോട്ട് കാര്യങ്ങൾ ഇതേപോലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ മനോരമക്കാരും വന്നിട്ടുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. നമ്മളെ എല്ലാ രേഖകളും ഇല്ല. എല്ലാം തുറന്ന പുസ്തകം അടക്കല്ലേ. ചികിത്സ കൊടുക്കാന്ന് പറയാൻ പറ്റുമോ? മനോരമ ലേഖനം വന്നിട്ട് അഭിമുഖം മഹേഷ് വന്നിട്ടുണ്ട്. മഹേഷ് അത്